വെൽക്കം ബാക്ക്. ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ, ബൈപ്പാസ് ജംഗ്ഷൻ, കാവുങ്ങൽ, മലപ്പുറം. കഴിഞ്ഞ വീഡിയോയിൽ റോമൻ കർട്ടൺ എന്താണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അതിന് ഉപയോഗിച്ചിട്ടുള്ള ചാനലുകൾ, വ്യത്യസ്ത തരം ചാനലുകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ വീഡിയോയിൽ റോമൻ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ, ക്വാളിറ്റിയുള്ള ക്ലോത്തുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് കാണാനുള്ളത്. നമുക്ക് ഈ ബാക്കിൽ വരുന്ന ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് റോമൻ കർട്ടൺ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് ചെയ്യാന്നുള്ളതല്ല, അതിന്റെ വ്യത്യസ്തതകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഇത് റോമൻ കർട്ടൺ ഉപയോഗിക്കുന്ന ഒരു ക്ലോത്ത് ആണ്. ഇത് ഡിം ഔട്ട് ആണ് മെറ്റീരിയൽ. അതായത് 3 തരം മെറ്റീരിയലാണ് വരുന്നത്. ക്ലോത്തിൽ 3 തരം മെറ്റീരിയൽ വരുന്നത്. 1 നോർമൽ ക്ലോത്ത്, 2 ഡിം ഔട്ട് മെറ്റീരിയൽ, 3 ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ. ഇത് കഴിഞ്ഞിട്ട് 4മത്തെ ഒരു മെറ്റീരിയൽ വരുന്നത് ഫാബ്രിക് ആണ്. ക്ലോത്ത് അല്ലാതെ ഒരു ഫാബ്രിക് വരുന്നത്. അത് 4 നമുക്ക് ഇവിടെ നിന്ന് കാണാം. ആദ്യം നമുക്ക് നോർമൽ ക്ലോത്ത് നോക്കാം. ഇത് നോർമൽ ക്ലോത്തിലാണ് ഈ റോമൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയ രീതിയിൽ വെളിച്ചം അകത്തേക്ക് കയറ്റി വിടുന്നതാണ് നോർമൽ ക്ലോത്തുകളിൽ നമ്മൾ റോമൻ ചെയ്യുമ്പോൾ. ഇനി ആ സ്ഥാനത്ത് നമുക്ക് അത്രത്തോളം വെളിച്ചം അകത്തേക്ക് വരണ്ടെന്നുണ്ടെങ്കിൽ ഡിം ഔട്ടിൽ ചെയ്താൽ മതി. ഡിം ഔട്ടിലാകുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ വെളിച്ചം മാത്രമേ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. നോർമൽ ക്ലോത്തിനെ അപേക്ഷിച്ച് ചെറിയ രീതിയിൽ വെളിച്ചം അകത്തേക്ക് കയറ്റി വിടുള്ളൂ. 3മത് ബ്ലാക്ക് ഔട്ടിലാവുമ്പോൾ 100% വെളിച്ചം അകത്തേക്ക് കയറ്റി വിടാത്ത മെറ്റീരിയലാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഫാബ്രിക്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്ത് അല്ല, വേറെ ഒരു നൈലോൺ ഫാബ്രിക് ആണ്. ഇതും വെളിച്ചം കയറ്റി വിടാത്തൊരു മെറ്റീരിയലാണ്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ക്ലോത്തിൽ ആദ്യം ചെക്ക് ചെയ്യാം. ക്ലോത്തിൽ വരുമ്പോൾ ഇതാ വെളിച്ചം നമ്മൾ ഈ ബാക്കിൽ ഈ മൊബൈൽ ടോർച്ച് പിടിക്കുമ്പോൾ വെളിച്ചം അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. ഇതുണ്ട്, വെളിച്ചം കാണുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഡിം ഔട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ രീതിയിൽ മാത്രമേ വെളിച്ചം കാണുന്നുള്ളൂ. ചെറിയ രീതിയിൽ വെളിച്ചം കയറ്റി വിടുന്ന ഒരു മെറ്റീരിയലാണ് ഡിം ഔട്ട് എന്ന് പറയുന്ന മെറ്റീരിയൽ. 3മത് ബ്ലാക്ക് ഔട്ട് എന്ന് വെച്ചാൽ 100% ബ്ലാക്ക് ഔട്ട്. അതായത് വെളിച്ചം ഒരു രീതിയിലും അകത്തേക്ക് കയറ്റി വിടില്ല. അതേപോലെ തന്നെയാണ് ഫാബ്രിക്കിലും വരുന്നത്. ഫാബ്രിക്കിലും ഇത് 100% ബ്ലാക്ക് ഔട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ റോമന്റെ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീമിയം മെറ്റീരിയൽ അതിന്റെ ഒരു ബ്രാൻഡ് എന്ന് മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ പർപ്പസും കൂടി നോക്കണം. അതായത് നമ്മൾ ബെഡ്റൂമിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏറ്റവും നല്ലത് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഡിം ഔട്ട്, അതല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് മെറ്റീരിയലാണ്. അതല്ലെങ്കിൽ ഫാബ്രിക്കിൽ വെളിച്ചം അകത്തേക്ക് കയറ്റി വിടാത്ത മെറ്റീരിയൽ. ഇനി നമ്മൾ ചെയ്യുന്നത് കോമൺ ഏരിയയിൽ, അത് ലിവിംഗ് റൂമിലോ ഡൈനിങ് ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ക്ലോത്ത് ചെയ്താലും കുഴപ്പമില്ല. ചെറിയ രീതിയിൽ വെളിച്ചം റൂമിലേക്ക് വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരുപാട് കാറ്റലോഗുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ കാറ്റലോഗുകൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് 4 വെറൈറ്റി മെറ്റീരിയലുകൾ നമ്മൾ പരിചയപ്പെട്ടു. അത് 4ഉം കുറച്ച് കാറ്റലോഗുകൾ വെച്ചിട്ടൊന്ന് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണിച്ചത് നോർമൽ ക്ലോത്ത്. ഇതാണ് നോർമൽ ക്ലോത്തിൽ വരുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. നോർമൽ ക്ലോത്തിൽ ഈ ഒരു കാറ്റലോഗ് മാത്രമല്ല, ഒരുപാട് കാറ്റലോഗുകൾ വരുന്നുണ്ട്. ഇതിൽ ഒരൊറ്റ പീസ് എടുത്ത് മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ആയിട്ടുള്ള റോമനാണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും പ്രിന്റിലും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതിലൊരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടില് ഇന്റീരിയറും അതുപോലെ പെയിന്റും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഇതിന് ചൂസ് ചെയ്യുന്നത്. ഇനി ഇത് ക്ലോത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിം ഔട്ട് ആണ്. ഡിം ഔട്ടിൽ ഒരു എംബോസ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഈ കാണുന്നത്. ചെറിയൊരു പ്രിന്റാണ് ഇതിൽ വരിക. ഇനി ഡിം ഔട്ടിൽ പ്ലെയിനും വരുന്നുണ്ട്. ഡിം ഔട്ടിൽ തന്നെ മറ്റൊരു കാറ്റലോഗ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട ഡിസൈനും
നമുക്ക് വേണ്ട കളേഴ്സൊക്കെ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഡിം ഔട്ട്. മൂന്നാമത് വരുന്നത് ബ്ലാക്ക് ഔട്ട്. ഇതാണ് ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ. ഇതിലൊരു ചെറിയ പ്രിന്റ് ആണ് വരുന്നത്. ഒരു നാച്ചുറൽ ഡിസൈൻ എന്നാണ് ഇതിന്റെ പേര്. ഇനി ബ്ലാക്ക് ഔട്ടിൽ മറ്റൊരു കാറ്റലോഗ് വേറെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഏകദേശം ഒരു പ്ലെയിന് പോലെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു പ്രിന്റ് ഒരു വർക്ക് വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി പ്രീമിയം റേഞ്ചിൽ ചെയ്യണമെന്ന ഉദ്ദേശമുള്ളവർക്ക് ഇതാ ഇങ്ങനെ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഇത് ദീദിക്കൂറിന്റെ മെറ്റീരിയലാണ്. സൺബ്ലോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് പക്ക പ്ലെയിൻ ആണ്. നേരത്തെ കണ്ട പോലെ ചെറിയ പ്ലെയിനും ഒരു ഡിസൈനും പ്രിന്റ് ഒന്നും ഇതിൽ വരുന്നില്ല. പക്ക പ്ലെയിൻ ആണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിൽ രണ്ടാമത് ഇങ്ങനെ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത് ബ്ലാക്ക് ഔട്ട്. ഇനി ക്ലോത്തിലുള്ള 3 വെറൈറ്റീസ് നമ്മൾ കണ്ടു. ഇനി 4ാമത് കാണാനുള്ളത് ഫാബ്രിക്കിലാണ്. ഫാബ്രിക്കിലും ചെറിയൊരു പ്രിന്റർ ആണ് ഫാബ്രിക് വരുന്നത്. ഇത് ഈ ഒരു ഡിസൈനിൽ 1, 2, 3, 4, 5, 6, 7 കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്. ഇനി ഈ ഡിസൈൻ മാറി ഇതിലും ഇത്രയും കളേഴ്സ് ചെയ്യാൻ പറ്റും. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ ഫാബ്രിക്കില് മറ്റൊരു കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ചെറിയൊരു ലൈൻസ് വരുന്ന ഡിസൈൻ. ഇത്രയാണ് നമുക്ക് കാണിക്കാനുള്ളത്. നമ്മൾ റോമൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കാണിച്ചതും. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലോത്തിൽ 3 തരം മെറ്റീരിയൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ റോമൻ ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽ ക്ലോത്തുകൾ വരുന്നുണ്ട്. ഇതിൽ എല്ലാ മെറ്റീരിയലും എടുത്തിട്ട് നമുക്ക് റോമൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു ഭംഗിയൊന്നും അതിന് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ റോമന് അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ട്. അത് ആരാണോ റോമൻ ചെയ്യുന്നത്, ആ വർക്ക് ചെയ്യുന്നത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ റോമന്റെ 3 തരം ചാനലുകളെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതും ആ ഒരു വീഡിയോസും ഈ ഒരു വീഡിയോസും കണ്ട ഒരാൾക്ക് എങ്ങനെയാണ് റോമൻ ചെയ്യേണ്ടത്, ഏതൊക്കെ മെറ്റീരിയലാണ് സെലക്ട് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റോമന്റെ പുതിയ അപ്ഡേഷനുകളായിട്ട് ഇനി ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു.